ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ രാവിലെ എണീറ്റ് ഫ്രഷൊക്കെ ആയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് പുറത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. പുറത്ത് വന്നത്തെ ആ കാറ്റും വെയിലും ഒക്കെ കൊണ്ട് കഴിയുമ്പോഴത്തേക്കും പ്രത്യേക ഒരു ആശ്വാസമാണ്. അങ്ങനെ കുറച്ച് നേരം വന്ന് ഇവിടെ നിന്ന് ഇരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെയും പോയി കിടക്കും. അങ്ങനെയൊക്കെ മാറി മാറി ഡോക്ടർ പറഞ്ഞ പോലെ കിടക്കുക, ഇരിക്കുക, നടക്കുക, ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ വന്നിരുന്നപ്പോഴത്തേക്ക് എല്ലാവരും വാലെ വന്നിരുന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തനു ആണെങ്കിൽ പാത്തുവിൻ്റെ പുറകിനിങ്ങനെ നടന്ന് കളിക്കുകയാണ്. പിന്നെ ഞാൻ കുളിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് സൂച്ചർ എടുത്തതിന് ശേഷം കുളിച്ച് തുടങ്ങിയാൽ മതി എന്നാണ്. സർജറി കഴിഞ്ഞിട്ട് 12ാമത്തെ ദിവസമാണ് സൂച്ചർ എടുക്കേണ്ടത്. അതെടുത്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് കുളിച്ചൊക്കെ തുടങ്ങിയാമെന്ന് പറഞ്ഞതുകൊണ്ട് മേലൊക്കെ കഴുകും, തലയൊക്കെ ആണെങ്കിലും കഴുകും. അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. തനു ആണെങ്കിൽ ഇവിടെ ഫുൾ ഹാപ്പി മൂഡാണ് കേട്ടോ. തനുവാണെങ്കിൽ ഫുൾ എക്സ്പ്ലോർ ചെയ്ത് നടക്കുകയാണ്. എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല, അത്ര ഹാപ്പിയാണ്. കാരണം അവൾക്ക് നടക്കാനും കളിക്കാനും ഒക്കെ സ്ഥലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് എപ്പോഴും കളിയെന്നൊരു ചിന്തയുള്ളവൾക്ക്. അപ്പോൾ അതിനിടയ്ക്ക് നന്ദനെ അവളെയും കൊണ്ട് വെളിയിൽ കൂടെ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും കയറി വന്നിരുന്ന ആപ്പിൾ കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ അത് കഴിക്കുക കേട്ടോ. അപ്പം തനു എൻ്റെ അടുത്ത് വലിയ വഴക്കൊന്നുമില്ല. ഞാൻ എടുക്കാനൊന്നും പറയില്ല. അവൾക്ക് മനസ്സിലായിട്ടുണ്ട് എനിക്കൊട്ടും വയ്യ, അവൾ എടുക്കാനൊന്നും പറ്റത്തില്ലെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് വലിയ വഴക്കൊന്നും ഉണ്ടാക്കത്തില്ല കേട്ടോ. ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും പെട്ടെന്ന് തനു അഡ്ജസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മായ ചേച്ചിയും അബിയും ഓപ്പയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഓപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആങ്ങളെയാണ് കേട്ടോ, അമ്മയുടെ ചേച്ചിയുടെ മോനാണ്. അപ്പോൾ ഓപ്പയുടെ മോനാണ് അബി. വൈഫാണ് മായ ചേച്ചി. ഒരു മോളും കൂടെ ഉണ്ട്, അർച്ചന. അപ്പോൾ അവരെല്ലാവരും കൂടെ വന്ന് കുറേ നേരം നമ്മൾ വർത്തമാനമൊക്കെ പറഞ്ഞ് അകത്തൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പോകാനായിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. അവർ താമസിക്കുന്നത് വെള്ളിലാങ്കണ്ടെന്ന് പറയുന്ന സ്ഥലത്താണ്. കട്ടപ്പനയ്ക്ക് ഏകദേശം അടുത്തായിട്ട് വരും. ഒരു 1/4 മണിക്കൂർ യാത്ര കേട്ടോ. അപ്പോൾ അങ്ങനെ പോകാനായിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പാത്തുവിനും തനുവിനും ഒക്കെ ഉമ്മ കൊടുക്കുമായിരുന്നു. തനു പിന്നെ ആര് കണ്ടാലും പെട്ടെന്ന് അടുക്കുമല്ലോ. അവളങ്ങനെ അവർ വന്നപ്പോൾ തൊട്ട് അവരുടെ അടുത്ത് തന്നെ ആയിരുന്നു. ഓപ്പയുടെയും മായ ചേച്ചിയുടെ അബിയുടെയും കയ്യിൽ മാറി മാറി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവർ പോരാൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ബായൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അവരങ്ങ് പോയിട്ടുണ്ടായിരുന്നു. വണ്ടിയാണെങ്കിൽ മേളിലിട്ടിട്ടാണ് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നത്. താഴേക്ക് ഇറക്കിക്കൊണ്ട് വരാനായിട്ട് ബുദ്ധിമുട്ടാണ്, കുറച്ചധികം ഇറക്കമാണ് കേട്ടോ താഴേക്ക്. അങ്ങനെ അവർ പോയി അവരുടെ കയറി പോകുന്നത് നോക്കി നിൽക്കുകയാണ് കേട്ടോ, ഞാനും അമ്മയും കൂടെ. അപ്പോൾ തനു ആണെങ്കിൽ അവർ പോകുന്ന കാണണമെന്നും പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് പിന്നെ അമ്മ എടുത്തുകൊണ്ട് വന്ന് അവർ കയറി പോകുന്ന കാണിക്കുകയാണ്. പിന്നെ ഇവിടെ നിന്നുകൊണ്ട് ടാറ്റാ ബൈ ബൈ ഒക്കെ കൊടുക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ചിറ്റ അടുക്കളയിൽ ഉച്ചക്കത്തേക്കുള്ള പരിപാടികളൊക്കെ ചെയ്യായിരുന്നു. രസം വെക്കുന്നുണ്ട്, തോരനും മെഴുക്കുരട്ടിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയാണെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, തോരനൊക്കെ അരിഞ്ഞ്. ചിറ്റയ്ക്കാണെങ്കിൽ ചമ്മലാണ് കേട്ടോ, അല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. വീഡിയോ എടുക്കുമ്പോഴത്തേക്കും അത് ശീലമില്ലാത്തതുകൊണ്ടൊരു നാണം പോലെ, അത്രേ ഉള്ളൂ കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. അമ്മ തോരനൊക്കെ അരിഞ്ഞു കൊടുത്ത് ചിറ്റ അതൊക്കെ കറിയാക്കി റെഡിയാക്കുന്നുണ്ട് കേട്ടോ ഉച്ചക്കത്തേക്കിന്. ഇപ്പം ഇന്ന് അത്യാവശ്യം വെയിലൊക്കെ ഉള്ളൊരു ദിവസമാണ്. അല്ലെങ്കിൽ എപ്പോഴും മഴയാണ് കേട്ടോ, ഇടവിട്ട് ഇങ്ങനെ ചാറ്റൽ മഴ പോലെ പെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കാത്തത് ഈ തനുവാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചെന്ന് ഇങ്ങനെ കബോർഡൊക്കെ തുറന്ന് സാധനങ്ങളൊക്കെ വലിച്ച് വെളിയിലിടും. എപ്പോഴും ആരെങ്കിലും അവളുടെ പുറകിന് നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഒപ്പിക്കും. ഇപ്പോൾ ഇവിടെ നന്ദനയ്ക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും സമയമില്ല. ഫുൾ ടൈം അവളുടെ പുറകിന് നടക്കാനേ ഉള്ളൂ സമയം. അതുപോലെ തന്നെ അവൾക്ക് ദേഷ്യം വരുമ്പോഴത്തേക്കും മാന്തുകയും ചെയ്യും കേട്ടോ. പക്ഷേ എന്നെയും ദിനുവിനെയൊന്നും മാന്തത്തില്ല. അമ്മയെ, പാത്തുവിനെ, നന്ദനെയൊക്കെയാണ് കേട്ടോ അവൾ മാന്തുകയും ചെയ്യും, ഞുള്ളുകയും ചെയ്യും ദേഷ്യം വരുമ്പോഴത്തേക്കും. അപ്പം ഞാൻ പറയുകയും ചെയ്യും, നിങ്ങൾ ചെറിയൊരു അടിയൊക്കെ കൊടുത്തത് അല്ലെങ്കിൽ ഞുള്ളൊക്കെ കൊടുത്ത് നിർത്ത്, അല്ലെങ്കിൽ പിന്നെ അവളെല്ലാവരെയും അങ്ങനെ ഉപദ്രവിച്ചാൽ എന്ത് ചെയ്യുന്നൊക്കെ ഞാൻ പറയും. അപ്പം എന്നെ അവർ വഴക്ക് പറയും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. കൊച്ചനും അതിനിടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. ചോറും രസവും തോരനും മെഴുക്കുരട്ടിയും പിന്നെ മീൻകറിയും ഒക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ചോറുണ്ണാനായിട്ടിരുന്നു. നന്ദനയും പോയി അതിനിടയ്ക്ക് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം അവൾക്കാണെങ്കിൽ ഇപ്പോൾ എന്തായാലും ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് 2 ആഴ്ചത്തെ ലീവാണ്. ഇനിയിപ്പോൾ അവൾക്കത് കഴിഞ്ഞ് ഓണവും കഴിഞ്ഞിട്ട് ഓഫീസിൽ പോയി തുടങ്ങിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ പിള്ളേരുടെ കൂട്ടത്തിൽ അവളുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ സമാധാനമാണ് കേട്ടോ.
അപ്പോൾ ധ്യാനാണെങ്കിൽ സ്കൂളിൽ പോകണമായിരുന്നു. അവൻ പോയി വന്നിട്ട് ചോറ് വേണ്ട, സ്കൂളിൽ നിന്ന് കഴിച്ചെന്നും പറഞ്ഞുകൊണ്ട് വന്ന് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ദിനു കയറി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനും ഇപ്പുറത്ത് കയറി കിടന്ന് കുറച്ച് നേരം ഉറങ്ങി. അത് കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. പിന്നെ സർജറിയുടെ ഡീറ്റെയിൽസ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. എനിക്ക് ചെയ്തിരിക്കുന്നത് ഗോകുലം മെഡിക്കൽ കോളേജ് വെഞ്ഞാറമൂട് ഹോസ്പിറ്റലിൽ സ്പൈൻ സർജനായ ഡോക്ടർ സുരേഷ് പിള്ളയാണ് കേട്ടോ. അപ്പോൾ നല്ല ഡോക്ടറാണ്. നമ്മൾ ഈ ഒരു സർജറിക്കൊക്കെ നല്ല ഡോക്ടറെ തന്നെ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ സർജറിയൊക്കെ പറഞ്ഞിരിക്കുന്നവർക്കാണെങ്കിൽ ധൈര്യമായിട്ട് ഡോക്ടറുടെ അടുത്തോട്ട് പോകാം കേട്ടോ. നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കിപ്പോൾ ചെയ്തിരിക്കുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് PLF ഫിക്സേഷൻ L5 to S1 ഫേസ്, അതായത് പോസ്റ്റീരിയർ ലംബാർ ഇൻ്റർബോഡി ഫ്യൂഷനാണ്. പിന്നെ റെസ്റ്റിൻ്റെ കാര്യം ചോദിക്കുമ്പം ഫുൾ നമ്മൾ ബെഡ് റെസ്റ്റ് ഒന്നും എടുക്കണ്ട. നമ്മുടെ പോസ്റ്റർ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. കുറച്ച് നേരം ഇരുന്നാൽ കുറച്ച് നേരം നടക്കണം, പിന്നെ കുറച്ച് നേരം കിടക്കണം, അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇതൊക്കെയാണ് സർജറിയുടെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ ബസ്സിന് ഇങ്ങ് വന്നു. അപ്പോൾ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനെയും കൂടെ കൊണ്ടുപോകാൻ മേലായിരുന്നു എന്ന്. അച്ഛൻ വീട്ടിൽ പോയി എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് തുണിയൊക്കെ കഴുകി അങ്ങനത്തെ ഒക്കെ പരിപാടി കഴിഞ്ഞിട്ട് അച്ഛൻ ബസ്സിന് ഇങ്ങ് വരാമെന്നും പറഞ്ഞാണ് കേട്ടോ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അച്ഛനെ കണ്ടത് തനു അച്ഛൻ്റെ കയ്യിലോട്ട് ഇങ്ങനെ ചാടിപ്പോയി കേട്ടോ. എന്നിട്ട് വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാണ്. ഇവിടെ അമ്മാവനുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അമ്മാവന് അമ്മാഞ്ചി എന്നാണ് കേട്ടോ പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ പേര് അവൾ തന്നെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുകയായിരുന്നു. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചന്മാർ രണ്ടുപേരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് സോമൻ കൊച്ചനാണ് കേട്ടോ. അപ്പോൾ സോമൻ കൊച്ചനും രാജിക്കൊച്ചനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോക്കകത്ത് രാജിക്കൊച്ചനെ കണ്ടല്ലോ. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ വന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നേ. ആര് വന്നാലും പിന്നെ തനു ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവരുടെ കൂടെ അങ്ങ് പൊക്കോളും. സോമൻ കൊച്ചനെ കണ്ടു കഴിഞ്ഞപ്പോൾ സോമൻ കൊച്ചൻ്റെ അടുത്തും വലിയ കമ്പനി ആയായിരുന്നു. അപ്പം അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു എന്നാൽ പിന്നെ പോയി കൊച്ചമ്മേനെയും ചിറ്റേനെയും കൂടെ കൂട്ടിയിട്ട് വായു എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് അവർ പോയി കൊച്ചമ്മേനെയും ചിറ്റേനെയും കൂട്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. യാദൃശ്ചികമായിട്ട് വന്നതാണ്. അപ്പോൾ അവരെയും കൂടെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് പിന്നെ പോയി അവരെയും കൂടെ വിളിച്ചുകൊണ്ട് വന്നായിരുന്നു. പിന്നെ നമുക്ക് ഡിന്നറായിട്ടുണ്ടായിരുന്നത് കപ്പ ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പം ദിനു തിരിച്ചു പോകുന്നതിന് മുന്നേ കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് ചിറ്റ കപ്പ ബിരിയാണി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് നല്ല അടിപൊളി കപ്പ ബിരിയാണി ആയിരുന്നു, സാലഡും ഒക്കെ ആയിട്ട്. കപ്പ ബിരിയാണി ഞാൻ കഴിക്കാനായിട്ടിരുന്നു. കാര്യം മരുന്ന് നേരത്തെ കഴിക്കേണ്ടത് കൊണ്ട് ഞാൻ ആദ്യം കഴിക്കാനിരുന്നു. എൻ്റെ കൂട്ടത്തിൽ തന്നെ പിന്നെ നന്ദനയും പാത്തും ധ്യാനും കൂടെ വന്നിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് തനു കള്ളക്കരച്ചിലുമായിട്ട് ധ്യാനിൻ്റെ അടുത്ത് എല്ലും അങ്ങനെ മാറി മാറി അവൾ ഓരോരുത്തരുടെ അടുത്ത് എല്ലും കേട്ടോ, കള്ളക്കരച്ചിലും കരഞ്ഞുകൊണ്ട്. അങ്ങനെ ധ്യാനം ആശ്വസിപ്പിച്ചിട്ടൊക്കെ വന്നിരുന്നു. പിന്നെ കഴിച്ച് കുറച്ച് നേരം നടന്ന് മരുന്നൊക്കെ കഴിച്ചിട്ട് ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ലേഖച്ചിട്ടയും കൊച്ചമ്മയൊക്കെ കൂടെ വന്നിരുന്ന് വർത്താനം പറയുമായിരുന്നു. അങ്ങനെ നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഇവരെല്ലാവരും കൂടെ കഴിക്കാനായിട്ടിരുന്നിട്ടുണ്ടായിരുന്നു. സോമൻ കൊച്ചൻ നേരത്തെ കഴിച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ട് സോമൻ കൊച്ചൻ ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് ബാക്കി എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചമ്മയും ചിറ്റമാരും അമ്മയും കൂടെ കഴിക്കാനായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൊച്ചമ്മയ്ക്കും അമ്മയ്ക്കും കപ്പ ബിരിയാണി വേണ്ട. അവർ രണ്ടുപേരും കപ്പയും മീൻകറിയും പിന്നെ ചോറും ഒക്കെ കഴിക്കാമെന്നും പറഞ്ഞിട്ട് അതൊക്കെ കൊണ്ടുവന്ന് വെച്ചിരുന്ന് കഴിക്കുകയാണ്. അങ്ങനെയൊക്കെ ഇരുന്ന് കഴിക്കുന്ന കാണുമ്പോൾ എനിക്ക് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും കേട്ടോ. പണ്ടൊക്കെ നമ്മളെല്ലാവരും കൂടെ കൂടുമ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു. ഇപ്പോൾ പിന്നെ എല്ലാവരെയും കല്യാണം കഴിപ്പിച്ചൊക്കെ വിട്ട് എല്ലാവരും പലയിടത്താണ്. എല്ലാവരും കൂടെ കൂടുന്നത് വളരെ റെയറായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത്.